കേരളത്തിലെ പോലീസ് സിസ്റ്റം, അതായത് സംവിധാനം, പിണറായി വിജയൻ എത്ര മോശമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന് ഓരോ ദിവസവും അതിൻ്റെ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ പറയാം, ഇന്ത്യയിൽ ഏറ്റവും മോശപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ് പിണറായി വിജയൻ. അതിൻ്റെ ഒത്തിരി തെളിവുകളുണ്ട്. ഒന്നോ രണ്ടോ തെളിവുകളൊന്നും അല്ല. ഈ പാർട്ടിയും അവരുടെ അടിമകളായിട്ടുള്ള സൈബർ ആൾക്കാരും പറയുന്നതൊക്കെ അടിസ്ഥാനപരമായിട്ടും തെറ്റാണ്. അതിനും ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. അതിലേറ്റവും വലിയ സംഭവമാണ് പോലീസിൻ്റെ, അതായത് പിണറായി വിജയൻ്റെ ഗൺമാൻ റോഡിൻ്റെ സൈഡിൽ പ്രതിഷേധം നടത്തിയ, ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ പ്രതിഷേധം നടത്താം. ഇത് കമ്മ്യൂണിസ്റ്റ് ക്യൂബയും വെനസ്വേലയും ഒന്നും അല്ല. അവിടെ പിണറായിയുടെ ഗൺമാൻ കയറി അവർ അതിഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. ഒന്ന്, അത് കഴിഞ്ഞിട്ട് ഇതേ സെയിം അവരുടെ പാർട്ടി ഗുണ്ടകൾ അപ്പുറത്ത് ആക്രമിക്കുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇതിനെപ്പറ്റി വീണ്ടും പറയുന്നില്ല. പിന്നീട് എന്താണ് ഉണ്ടായത്? ഇതേപോലെ ഗുണ്ടകളായിട്ടുള്ള പോലീസുകാർക്ക് DGPയുടെ സ്പെഷ്യൽ മെഡൽ കൊടുക്കുന്നു. ആലോചിച്ച് നോക്കുക. ഗുണ്ടകൾക്കാണ് കൊടുക്കുന്നത്, പോലീസുകാർക്കല്ല. പോലീസ് വേഷമിട്ട ഗുണ്ടകൾക്ക് DGPയുടെ പ്രത്യേക പുരസ്കാരം കൊടുക്കുന്നു. ഇപ്പം മറ്റുള്ള ജോലി ചെയ്യുന്ന പോലീസുകാരുടെയൊക്കെ ധാരണ എന്താണ്? സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന പോലീസ് ഒഫീഷ്യൽസ് അവരൊക്കെ എന്താ ധരിക്കുന്നത്? ഗുണ്ടകൾക്ക് മാത്രമേ പ്രത്യേക പ്രോത്സാഹനം കിട്ടുന്നുള്ളൂ. ഇനി ചാലക്കുടിയിൽ എന്താ നടന്നത്? ആലോചിച്ച് നോക്കുക. അതായത് കേരള പോലീസിനും ഈ ഭരിക്കുന്നവർക്ക് ഏറ്റവും മോശമായ സംഭവം, അവിടെ SFIയും CPMൻ്റെ ഏരിയ സെക്രട്ടറിയും DYFI എന്താ ചെയ്തതെന്നറിയോ? പോലീസ് വണ്ടിയുടെ അടിച്ച് പൊളിച്ചിട്ട് അതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നു. ഇതൊക്കെ ബേസിക്കലി കണ്ടതൊക്കെ വളരെ ക്രമസമാധാനം നിറഞ്ഞ കാശ്മീരിലും, അല്ലെങ്കിൽ ഒരു സമയത്ത് ഇതൊക്കെ UPയിലും ബീഹാറിലും ഒരു സമയത്താണ്. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. അതിപ്പോൾ കേരളത്തിൽ കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ, പിണറായിയാണ് ഏറ്റവും വേഴ്സ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയിൽ. ഒരു സമയത്ത് ഇതൊക്കെ UPയിലും ഈ കാശ്മീരിലും ബീഹാറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രതിഷേധക്കാരും അക്രമികളും ഈ പോലീസ് വണ്ടിയുടെ മേളിൽ കയറി നിന്നിട്ട് പോലീസുകാരനെ അടിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ അവിടെ നിന്ന് DYFIയുടെ നേതാവ് പറയുവാണ്, അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ SHOയുടെ കൈയും കാലും അടിച്ച് വെട്ടി ദൂരെ കളയുമെന്ന്. എന്നിട്ടും പോലീസ് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നു. ആ പോലീസിൻ്റെ വണ്ടിയുടെ മുകളിൽ കയറി അടിച്ച് പൊളിച്ചവൻ അവിടെ വെച്ച് ഫയർ ചെയ്ത് കൊല്ലണം. അല്ലെങ്കിൽ നാളെ ഇതെല്ലാവരും ആവർത്തിക്കും. അതേപോലെ അത് അട്ടഹസിച്ച് പറഞ്ഞ ആ SFI DYFI നേതാവിനെ അപ്പോഴേ അവനെ തൂക്കണം. അവനെതിരെയൊക്കെയാണ് രാജ്യദ്രോഹ കേസ് എടുക്കേണ്ടത്. ഇത് രാജ്യദ്രോഹ കേസ് തന്നെയാണ്. പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പം അതിനെ കയറി ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ ആ ഫോഴ്സിൽ നിൽക്കുന്ന ഇത്രയധികം ആളുകളുടെ ധാരണ എന്താണ്? എന്തായിരിക്കും പിന്നെ പോലീസിനെ പറ്റിയുള്ള ധാരണ? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതേപോലെ SFIയുടെ ഒരു വനിതാ പ്രവർത്തക, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൈ വെട്ടും കാലും വെട്ടും നിന്നെയും തട്ടും. അത് വൈറലായിട്ട് പോയത്. അവർക്കെതിരെ ആക്ഷൻ എടുത്തു. അത് പബ്ലിക്കായിട്ട് പറയുകയാണ്. അതവരുടെ ഗുണ്ടകളെ ഉണ്ടാക്കുന്ന ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഏകദേശം 1.5 വർഷം മുമ്പ് ഞാൻ പറയാൻ തുടങ്ങി. കാരണം അയാളുടെ പ്രവൃത്തി ആ രീതിയിലാണ് പോകുന്നത്. ഒരു കണ്ണൂരിലെ ഒരു ഗുണ്ട, ഒരു ക്രിമിനൽ ഏത് രീതിയിലാണ് പെരുമാറുന്നത്? അയാളൊരു മന്ത്രിയും മുഖ്യമന്ത്രി ആകുമ്പോൾ ഏത് രീതിയിലായിരിക്കും ക്രിമിനൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? ആ രീതിയിലാണ് സംഭവം നടക്കുന്നത്. ഒരു സ്റ്റേറ്റ് മുഴുവനും വേഴ്സ്റ്റായിട്ട് പോവുകയാണ്. ഒരു സ്റ്റേറ്റിന് മുന്നോട്ടെങ്ങനെ പോകാൻ പറ്റും ഈ പോലീസിനെയും വെച്ചിട്ട്? ഞാനിത് പോലീസ് ഫോഴ്സിനെ പറ്റിയല്ല പറയുന്നത്. പോലീസ് ഫോഴ്സിനകത്ത് ചിലർ മുഖ്യമന്ത്രിയുടെ പ്രീതിയും പാർട്ടിക്കാരുടെ പ്രീതിയും സമ്പാദിക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോലങ്ങളും, അതിനുവേണ്ടി ഒരു വലിയൊരു സേന, ഒരു സിസ്റ്റത്തെ നിങ്ങൾ തകർക്കുമോ? ഇത് ചെറിയതായിട്ടുള്ള ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ആ ചാലക്കുടിയിലെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ തലേ കൈവച്ച് പോവും.
അതേപോലെ തന്നെ പോലീസ് ഒരു ഗൺമാൻ ഇറങ്ങി വന്നിട്ട് ഒരു പ്രതിഷേധം നടത്തിയ ഒരുത്തിനെ ഇതേപോലെ അടിക്കുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്നൊരു ജനാധിപത്യ രാജ്യമാണ്. കേരളം ഒരു റിപ്പബ്ലിക് അല്ല, ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിലൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിനകത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും അതിനകത്തിലെ ഗുണ്ടകളായിട്ടുള്ള പോലീസ് അവരങ്ങനെ ചെയ്യുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിന് അവർക്ക് പുരസ്കാരം കൊടുക്കുന്നു. അതേ പോലീസിനെ തന്നെ ചാലക്കുടിയിൽ SFIയും DYFയും പാർട്ടിക്കാരും എടുത്ത് നാശമാക്കുന്നു, വണ്ടി അടിച്ച് പൊളിക്കുന്നു. എന്നിട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത DYFക്കാരനെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. എന്തോന്ന് പുല്ലായി ജനാധിപത്യം, എന്തോ കമ്മ്യൂണിസമാണ് നിങ്ങൾ ഈ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ മലയാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വോട്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് G. സുധാകരൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യം, ഇങ്ങനെ ആൾക്കാരെ വെച്ച് അടി കൊടുക്കുകയാണെങ്കിൽ ഈ പാർട്ടി തന്നെ ഇല്ലാതായിപ്പോവും. അത് ഈ പാർട്ടി കേരളത്തിൽ നശിക്കുന്നതാണ് കേരളത്തിലെ ഓരോ മലയാളിക്കും ഏറ്റവും ആവശ്യമുള്ള കാര്യം. ഈ പാർട്ടി കേരളത്തിൽ നശിക്കണം. കാരണം ഈ രീതിയിലാണ് ഈ സംഭവം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അവർക്ക് വേണ്ടി കറപ്ഷനും പരിപാടികളും അവർക്ക് വേണ്ടി എല്ലാം അവർ ചെയ്യുന്നുണ്ട്. കറപ്ഷൻ ഏറ്റവും ടോപ്പ് ടു ബോട്ടം കറപ്റ്റഡാണ് പിണറായി മന്ത്രിസഭയുടെ സർക്കാർ. അദ്ദേഹത്തിൻ്റെ മകൾ കറപ്റ്റഡാണ്. ആലോചിച്ചു, അവരാണ് ഭരിക്കുന്നത്. മകളും മരുമകനും കൂട്ടിരുന്നാണ് ഭരിക്കുന്നത്. സൂപ്പർ മുഖ്യമന്ത്രിയാണ് മരുമകൻ, മകളാണെങ്കിൽ അതിനൊക്കെ മുകളിലാണ്. അപ്പോൾ ഇതിനെ കേരളത്തിലെ പാർട്ടിക്കാരാണ് ചിന്തിക്കേണ്ടത്. ഇനി ഇതെങ്ങോട്ട് പോകും, എവിടെയാണ് നോ എന്ന് പറയേണ്ട സംഭവത്തിലേക്ക് വരേണ്ടത്. വീണ്ടും വളരെ നമ്മൾ ശരിക്കും ആലോചിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയന് ലക്ഷ്മൺ രേഖ കൊടുത്ത് മാറ്റി നിർത്തണോ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കാർ ഏത് രീതിയിലാണ് പിണറായി വിജയനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ജനങ്ങൾ തീരുമാനിക്കണം. ഇയാൾ ഓടും, ശരിക്കും ഓടിപ്പോകും, അത്രയേ ഉള്ളൂ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഭയങ്കര ഭയമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്രിമിനൽസിന് ഭയങ്കര ഭയമാണ്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ആ ഭയത്തിലാണ് ഇതെല്ലാം ഇയാളെ കാട്ടിക്കൂട്ടുന്നത്. ഏതായാലും ഈ പിണറായി എന്ന് പറയുന്ന മന്ത്രിസഭ മുന്നോട്ട് പോകണോ തീരുമാനിക്കേണ്ടതൊക്കെ കേരളത്തിലെ ജനങ്ങളാണ്. അതാണ് സുധാകരൻ പറഞ്ഞ വാക്കും. അപ്പോൾ ആ വാക്കിനോട് അതിനെ പൂർണ്ണമായിട്ട് എൻഡോസ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ്. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു.